ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ടെക്സ്റ്റ് ഇംഗ്ലീഷിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അത്യാവശ്യം നമ്മൾ സിലബസ് എല്ലാം ഒന്ന് കവർ ചെയ്തു നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ട്ടോ. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കറക്റ്റ് ആയിരുന്നോ? നിങ്ങൾ പഠിച്ച ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച ഏരിയാസിൽ നിന്നും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? ഓ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ആയിട്ടൊന്ന് വിലയിരുത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നില്ല ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് ഈ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക, കട്ട് കോപ്പി പേസ്റ്റ് ആ രീതിയല്ല. ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ടൈപ്പും പറയുമ്പോൾ ഞാൻ പറയാം നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ റീസെന്റ് കഴിഞ്ഞ സെറ്റ് എക്സാമിൽ നിന്നും പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. The literary historian critic who claimed Indian English began as a product of an encounter between vigorous Britain and a stagnant India. അതായത് ഏതോ ലിറ്റററി ഹിസ്റ്റോറിയനോ ഒരു ക്രിട്ടിക്കോ ആയിട്ടുള്ള വ്യക്തി പറയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു. ഒരു എൻകൗണ്ടർ ഉണ്ടായി വിഗ്രസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലും അതുപോലെ തന്നെ ഒരു സ്റ്റാഗ്നന്റ് ഇന്ത്യൻ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് ആരാണ്? KR ശ്രീനിവാസ അയ്യങ്കർ, CD നരസിംഹറാവ്, MK നായിക്, അയ്യപ്പ പണിക്കർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ശ്രീനിവാസ അയ്യങ്കർ. ശ്രീനിവാസ അയ്യങ്കർ എന്ന് പറയുന്നത് ഒരു പൈനിയർ ആയിട്ടുള്ള വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന 1962 ഇറങ്ങിയിട്ടുള്ള ഒരു വർക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വർക്കിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ. ആ സമയത്ത് ഈ കൊളോണിയൽ കോണ്ടാക്ട് ആണ് പലപ്പോഴും ഒരു ന്യൂ ലിറ്റററി ട്രഡീഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഡെവലപ്ഡ് ആയി വന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഫൗണ്ടേഷണൽ ക്രിട്ടിക്സിൽ ഒരാളാണ് KR ശ്രീനിവാസ അയ്യങ്കർ. അദ്ദേഹത്തിന്റെ നമ്മൾ ഈ മറ്റ് MK നായിക് ആയിക്കോട്ടെ, നരസിംഹ ആയിക്കോട്ടെ, ഇവർക്കൊപ്പം തന്നെ നിന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിച്ച ഒരു ഫൗണ്ടേഷണൽ ക്രിട്ടിക്കും കൂടിയിട്ടാണ് KR ശ്രീനിവാസ അയ്യങ്കർ. ഇനി നിങ്ങൾ എങ്ങനെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്യാം? നമ്മൾ ബേസിക്കലി നമുക്കുള്ള സിലബസിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലിറ്റററി ബ്രാഞ്ചസ് ഉണ്ട്. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഉണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, കനേഡിയൻ ഉണ്ട്, കരീബിയൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു 4-5 ബ്ലോക്സിൽ എഴുതി വെച്ചതിന് ശേഷം ഓരോ ലിറ്ററേച്ചറിലും ഉള്ള ബേസിക് ആയിട്ടുള്ള ക്രിട്ടിക്സുകൾ, പൈനിയർ ആയിട്ടുള്ള ഫിഗേഴ്സ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒന്ന് ഒരു ടേബിൾ പോലെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ക്രിട്ടിക്കുകളിലേക്കും അവരുടെ വർക്കുകളിലേക്കും അവരുടെ കോൺട്രിബ്യൂഷൻസിലേക്കും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധ ചെല്ലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആവത്തില്ല ഈ ടൈപ്പ് ഓഫ് ക്രിട്ടിക്സിനെ ഒന്നും. അടുത്തതൊരു ക്വസ്റ്റ്യൻ. And this also has been one of the darkest places of earth. Fictional narrator. ഇഷമേൽ, മാർലോ, റെസ്റ്റി, സ്വാമിനാഥൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ജോസഫ് കോൺട്രാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ മാർലോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. മാർലോ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ദിസ് ഓൾസോ ഹാസ് ബീൻ വൺ ഓഫ് ദി ഡാർക്കസ്റ്റ് പ്ലേസസ് ഓഫ് ദി എർത്ത്, ഇതെന്ന് പറയുന്നത് ജോസഫ് കോൺട്രാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ ഓപ്പണിംഗ് ലൈനാണ്. ചിനു ആച്ചിബെ വിളിച്ചതുപോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേസിസ്റ്റ് ആയിരുന്നു ജോസഫ് കോൺട്രാഡ്. അദ്ദേഹം നമ്മുടെ ഈ ആഫ്രിക്ക പോലത്തെ
ഏരിയാസിനെ കണ്ടിരുന്നത് ഡാർക്കസ്റ്റ് പ്ലേസസ് ആയിട്ടായിരുന്നു. ആൻഡ് മാർലോ എന്ന് പറയുന്ന ഈ ഒരു നറേറ്റർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനും ഒരു കോൺഗോ ആ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ലണ്ടൻ റിവർ തെംസ് ആണ്, കോൺഗോ റിവറും കാണിക്കുന്നുണ്ട്. ആൻഡ് ലണ്ടൻ റിവർ തെംസ് കാണിക്കുന്ന സമയത്ത് അത് ഭയങ്കര ലൈറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഭയങ്കര വെളിച്ചമുള്ള ഒരു പ്രദേശമായിട്ടും കോൺഗോ റിവർ കാണിക്കുമ്പോൾ റേസിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് പ്ലേസ് ആയിട്ടും പറയുന്നുണ്ട്. ആൻഡ് സിവിലൈസ്ഡ് യൂറോപ്പിനെയാണ് ഈ ലണ്ടൻ തെംസ് ഒക്കെ കാണിക്കുന്നത്. ഡാർക്ക്നെസ്, ഫോർ ഷാഡോയിങ് ഓഫ് കൊളോണിയൽ ഹൊറേഴ്സ് ഒക്കെയാണ് കോൺഗോ റിവറിലെ ഉള്ള കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജോസഫ് കോൺട്രാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നതും, അപ്പോൾ ചിനുവ അച്ചീബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട്, അങ്ങനെ കുറേ വർക്കുകൾ നമുക്ക് ക്ലാസിക് ലിറ്റററി പീസസ് ആണ്. അപ്പൊ അതിൻ്റെ ഒക്കെ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും നിങ്ങൾ നോക്കി വെക്കുക. The voice for the literature of reconnection, who contends that the new nation language is an English which is like a howl or a shout or a machine gun or the wind or a wave. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കാമു ബ്രേത്ത്വെയ്റ്റ് ആണ്. അദ്ദേഹം ഒരു ബ്രാഡ്ബീൻ പോയറ്റും ഹിസ്റ്റോറിയനുമാണ്. ഇദ്ദേഹമാണ് നേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. അതെന്തിനാ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കരീബിയൻ ഇംഗ്ലീഷിനെ ഒരു ഡയലക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനും ആഫ്രിക്കൻ റൂട്ടഡ് റിതംസിനെ കുറിച്ചും ട്രഡീഷൻസിനെ കുറിച്ചും ഓറൽ ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടാണ്. അദ്ദേഹത്തിന്റെ ആ വേർഡ്സ് ഹൗൾ, ഷൗട്ട്, മെഷീൻ, ഗൺ, വിൻഡ്, വേവ്, ഇതെല്ലാം തന്നെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ട്രഡീഷൻ അല്ല കാണിക്കുന്നത്. കുറച്ചും കൂടെ ഡൈനാമിക് ആയിട്ടുള്ള, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചില ടേംസ് കോയിൻ ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നെഗറ്റീവ് കേപ്പബിലിറ്റി, ഇപ്പൊ നേഷൻ ലാംഗ്വേജ്, അങ്ങനത്തെ കുറച്ച് ടേംസ് കോയിൻ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിനെയും ആ റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the line things fall apart the center cannot hold occurs in the poem. ചിനുവ അച്ചീബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ എടുത്തിരിക്കുന്നത് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന WB.Yeatsന്റെ പോയറ്റിൽ നിന്നുമാണ്. 1919 WB.Yeats എഴുതിയിട്ടുള്ളത് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന പോയറ്റിലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് സെന്റർ കനോട്ട് ഹോൾഡ് മിയർ anarchy is loosened upon the world എന്ന് പറയുന്ന ഈ സെന്റൻസിൽ, ഈ ഒരു പോയറ്റിലെ ഈ ലൈനിൽ നിന്നുമാണ് ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ലൈൻ റിഫ്ലക്ട് ചെയ്യുന്നത് എറ്റ്സിന്റെ ഹിസ്റ്റോറിക്കൽ സൈക്കിൾസ് ആണ്. അതായത് കൊളാപ്സിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സൈക്കിളിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് വേൾഡ് വാറിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു കൊളാപ്സിംഗ്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നിന്നുമാണ് ചിനുവ അച്ചീബെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ എടുത്തത്. Life is not a series of jig lamps symmetrically arranged. Life is a luminous halo, a semi-transparent envelope surrounding us. ഇത് പറഞ്ഞത് വെർജീനിയ ഉൾഫാണ്. വെർജീനിയ ഉൾഫിന്റെ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന 1925 പബ്ലിഷ് ചെയ്തിട്ടുള്ള എസ്സേയിലാണ് ഈ ഒരു സെന്റൻസ് ഉള്ളത്. അതായത് ഇതിനകത്ത് ട്രഡീഷണൽ റിയലിസ്റ്റ് നോവലിസ്റ്റുകളെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ബെന്നറ്റ്, വെൽസ്, ഗ്ലാസ്വർത്തി ഒക്കെയാണ് നമ്മുടെ റിയലിസ്റ്റ് നോവലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് നമ്മുടെ ഈ ട്രഡീഷണൽ റിയലിസ്റ്റ് നോവലിസ്റ്റുകൾ ലൈഫിനെ ഒരു നീറ്റ്ലി ഓർഡേർഡ് ഇവന്റ്സ് ആയിട്ടാണ് പറയുന്നത്. അതായത് ജിഗ് ലാംപ്സ് സിമെട്രിക്കലി അറേഞ്ച്ഡ്, അങ്ങനെ ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലാമ്പുകൾ പോലെ. അതായത് ആർഗ്യൂവിങ് ഇൻസ്റ്റെഡ് ദാറ്റ് കോൺഷ്യസ്നസ് ഈസ് എ കണ്ടിന്യൂസ് ഫോംലെസ് ഫ്ലോ. അതായത് നമ്മുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ഈ ട്രഡീഷണൽ റിയലിസ്റ്റ് നോവലിസ്റ്റുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമുക്കറിയാം സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്താണ്? മൈൻഡ് ഇസ് ലൈക്ക് എ റിവർ. നമുക്കൊരു റിവറിൽ ഓളം വെട്ടുന്നത് പോലെ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ അലയടിച്ചും കയറി ഇറങ്ങിയും വരും. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ടെക്നിക്കിന് അപ്പുറമായിട്ട് ഇങ്ങനെ സിമെട്രിക്കലി ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു എസ്സേ ഒക്കെ നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസം വർക്കുകളിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെറിയ എസ്സേ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എസ്സേസും റിപ്പീറ്റഡ്ലി ഓഫൻ ചോദിച്ചിട്ടുള്ള എസ്സേസ് ഒക്കെ നിങ്ങൾ മാക്സിമം സമ്മറി ആയിട്ടും മാക്സിമം അതിന്റെ ഒറിജിനൽ ഒക്കെ അറിഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്വേർഡ് സെയ്ഡ് ഓറിയന്റലിസം വാസ് പബ്ലിഷ്ഡ് ഇൻ എഡ്വേർഡ് സെയ്ഡിന്റെ ഓറിയന്റലിസം പബ്ലിഷ് ചെയ്തത് എന്നാണ് എഡ്വേർഡ് സെയ്ഡിന്റെ ഓറിയന്റലിസം പബ്ലിഷ് ചെയ്തത്?
1978. അതായത് നമുക്കറിയാം എഡ്വേർഡ് സൈഡിന്റെ ഒരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഏത് വർക്കാണ്? ഓറിയന്റലിസം ആണ്. ഇതിനകത്ത് നമ്മുടെ ഈ ആഥർ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൊളോണിയൽ സുപ്പീരിയോറിറ്റിയും അതർ കൺട്രീസിനെ അവർ എന്ന് വെച്ചാൽ യൂറോപ്പിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള കൊളോണൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ അതായത് ആ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി അതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആണ് എഡ്വേർഡ് സൈഡിന്റെ ഓറിയന്റലിസം എന്ന് പറയുന്ന വർക്ക്. The only one of the pink poets to be named poet laureate. Pink poetsന്റെ ഗ്രൂപ്പിൽ പോയറ്റ് ലൊറേറ്റ് ആയിട്ടുള്ള ഒരു പോയറ്റേ ഉള്ളൂ. അതാരാണ്? അത് സിസിലി ഡേ ലീവിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പിങ്ക് പോയറ്റ്സിന്റെ ഗ്രൂപ്പിനെ കുറിച്ച് അറിയോ? പിങ്ക് പോയറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് WH ഓഡൻ ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ പിങ്ക് പോയറ്റ്സ് അറിയപ്പെടുന്നത് അവരുടെ ലെഫ്റ്റ് സിമ്പത്തീസിന്റെ പേരിലും അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിന്റെ പേരിലുമാണ്. ആൻഡ് പിങ്ക് പോയറ്റ്സിൽ പോയറ്റ് ലൊറേറ്റ് ആയിട്ടുള്ളത് സിസിലി ഡേ ലീവിസ് ആണ്. താങ്ക് യു. Heaven lies about as in our infancy is a line from വേർഡ്സ്വർത്തിന്റെ പോയത്തിൽ നിന്നുമാണ് ഈ ഒരു ലൈൻ എടുത്തിട്ടുള്ളത്. ഓഡ് ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന പോയത്തിൽ നിന്നുമാണ്. അതായത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറീസിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീറ്റെയിൻ സം എലമെന്റ്സ് ഓഫ് ഹെവൻ. അതാണ് ബേബീസ് അത്ര നിഷ്കളങ്കരാന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ ആ ഒരു മാജിക് ഉണ്ട്. ദൈവത്തിന്റെ അടുത്ത് നിന്നും ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള മലാഹന്മാരുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞി സമയത്ത് ഇൻ അവർ ഇൻഫാൻസി സ്റ്റേജ് നമ്മൾ ഗ്രോൺ അപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ഈ മാജിക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ പോയിന്റ് പറയുന്നത് ായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ഉള്ളിൽ യു ഹാവ് ദ മെമ്മറി ഓഫ് ഹെവൻ. ഓക്കെ, പക്ഷെ ഇൻ ബോയ്ഹുഡ് അഡൾട്ട്ഹുഡ് മാൻഹുഡിലേക്കൊക്കെ പോകുമ്പോൾ ഗ്രാജുവലി ഈ ഒരു മാജിക് ഡൈ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇത്രയും ആ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ ഡെഫിനറ്റ്ലി യു ഹാവ് സം മാജിക്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വേർഡ്സ്വർത്ത് ഈ ഒരു ലൈൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ലൈൻ വന്നിട്ടുള്ളത് ഓഡ് ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന പോയത്തിൽ നിന്നുമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം വേർഡ്സ്വർത്തിന്റെ, ഷെല്ലിയുടെ, ബൈറന്റെ, കീറ്റ്സിന്റെ അങ്ങനത്തെ കുറച്ച് ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സിന്റെയും ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സിന്റെയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഉണ്ട്. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഈ വർക്ക്സും ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും അല്ലെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. അത്യാവശ്യം ഈ ഒരു 8 ക്വസ്റ്റ്യൻസിൽ നിന്നും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് ഏരിയാസ് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ട ഏരിയാസും കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.